ബോസിൽ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിഷിനെയാണ്. അപ്പൊ ടാസ്ക് ഇതായിരുന്നു. ഇപ്പൊ തുടക്കത്തിൽ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. നിങ്ങൾ 3 പേരും ഈ ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് 5 എണ്ണം പറയാൻ പറഞ്ഞു. അങ്ങനെ അവര് 3 പേരും 5 പരിഷ്കാരങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. അല്ലെ മാറ്റങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട 3 പേരെ 1, 2, 3 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തതിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഒനിയലിനാണ്. ഏറ്റവും കൂടുതൽ പേര് ഒനിയലിനെ തിരഞ്ഞെടുത്തു. രണ്ടാമത് ജിഷിനെ, മൂന്നാമത് രേണ ഫാത്തിമയാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് വെളിയിൽ ഒരു ടാസ്ക് നടത്തി. എന്ന് വെച്ചാൽ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റിക്കി നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടുകളിൽ ക്യാപ്റ്റൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കണം. ഒട്ടിക്കുന്ന സമയത്ത് ആദ്യമേ ഒന്നാം സ്ഥാനത്തിൽ ആദ്യം തിരഞ്ഞെടുത്ത ആൾക്ക് ആദ്യത്തെ ബസർ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബസറും മൂന്നാമത്തെ ബസർ അനുസരിച്ചാണ് ചെന്ന് ഒട്ടിക്കേണ്ടുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിച്ച ജിഷിനാണ്. അങ്ങനെ ജിഷിനാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ജിഷിന്റെ ക്യാപ്റ്റൻസിയെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഒനിയലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. റെന ഫാത്തിമ ഇവിടെ വേറെ മിസ്റ്റേക്ക് ചെയ്തതെന്ന് വെച്ചാൽ, റെന ഫാത്തിമ പറഞ്ഞത് ഞാൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആർക്ക് വേണേലും എപ്പോൾ വേണേലും കിച്ചണിൽ കയറി ഫുഡ് ആവശ്യം പോലെ ഉണ്ടാക്കി കഴിക്കാം, ഇഷ്ടം പോലെ കഴിച്ചതിന് ശേഷം അവർക്ക് എന്തൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പട്ടിണി കിടക്കാന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ജോലി ചെയ്യാത്ത ആൾക്കാരെ ഇന്ന് ജോലി ചെയ്യാൻ എത്തവർക്കൊന്നും ഭക്ഷണം കൊടുക്കത്തില്ലെന്നൊക്കെ നിയമങ്ങൾ പലരും ഇവിടെ പറയുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഒനിയലാവുന്നതിനാണ്. പക്ഷേ ടാസ്കിലൂടെ വിജയിച്ചത് ജിഷിനാണ്. അങ്ങനെയാണ് ജിഷിനാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ ക്യാപ്റ്റൻ.